ഏവർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണവുമായി IRGC. 3 കപ്പലുകളാണ് 24 മണിക്കൂറിനിടെ ആക്രമിക്കപ്പെട്ടത്. ഇതിൽ 2 കപ്പലുകൾ IRGC പിടിച്ചെടുത്ത് ഇറാൻ തീരത്തേക്ക് മാറ്റി. ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അമേരിക്ക നീട്ടിയ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമം തുടരുകയാണ് പാകിസ്ഥാൻ. സമയപരിധി നീട്ടുകയാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഹോർമുസിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഇറാൻ. 24 മണിക്കൂറിനിടെ 3 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്തി. പനാമ പതാക വഹിച്ച MSC ഫ്രാൻസിസ്ക, യൂഫോറിയ, ലൈബീരിയൻ പതാക വഹിച്ച എപാമിനോണ്ടാസ് എന്നീ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ആക്രമണം നടന്നത്. പിന്നാലെ യൂഫോറിയ ഒഴികെയുള്ള കപ്പലുകൾ IRGC പിടിച്ചെടുത്ത് ഇറാൻ തീരത്തേക്ക് മാറ്റി. അതിനിടെ മധ്യസ്ഥ ശ്രമവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാനിലെ ഇറാനിയൻ അംബാസിഡറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ സമയപരിധി നീട്ടിയെങ്കിലും ഇറാനെതിരെയുള്ള നാവിക ഉപരോധം തുടരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ വെടിനിർത്തൽ നീട്ടിയത് ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബഫ് ആരോപിച്ചു. അതേസമയം ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന്റെ സായുധ സേന സജ്ജമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാനിലെ വനിതാ പ്രക്ഷോഭകരുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 8 വനിതാ പ്രക്ഷോഭകരെ ഇറാൻ വധിക്കില്ലെന്നും ഇറാൻ തന്റെ അഭ്യർത്ഥന സ്വീകരിച്ചെന്നും ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് വനിതാ പ്രക്ഷോഭകരുടെ വധശിക്ഷ തടഞ്ഞെന്ന ട്രംപിന്റെ അവകാശവാദം. 4 പേരെ ഇറാൻ ഉടൻ മോചിപ്പിക്കുമെന്നും മറ്റ് 4 പേർക്ക് 1 മാസം ജയിലിൽ കഴിയേണ്ടി വരുമെന്നും ട്രംപ്. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച 8 വനിതാ പ്രക്ഷോഭകരുടെ വധശിക്ഷ ഇന്നാണ് നടപ്പാക്കാനിരുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്കാണ്. ആലുവ കുട്ടമശ്ശേരിയിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലും ബോർഡിലും ഇടിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ലാൽ, ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അത്രയധികം തീവ്രതയേറിയ ഒരു അപകടമാണ്. പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? വിവരങ്ങൾ എന്തൊക്കെ? പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറ് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. കാരണം അമിത വേഗം തന്നെയാണ് അപകടത്തിന് കാരണം എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. പുലർച്ചെ 1 മണിയോട് കൂടി ആലുവ ഭാഗത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന 2 യുവാക്കളാണ് കാറിൽ യാത്ര ചെയ്തിരുന്നത്. കാറിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ ഒരു കടയിലേക്കും അതിന് മുന്നുണ്ടായിരുന്ന മതിലിടിച്ച് തകർത്തുകൊണ്ട് കടയും മറ്റു ഭാഗങ്ങളും തകർക്കുകയാണ് ഉണ്ടായത്. തലകീഴായി മറിഞ്ഞായിരുന്നു കാർ ഉണ്ടായിരുന്നത്. എയർ ബാഗ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് യുവാക്കൾ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടത്. എന്തായാലും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ നില തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പുലർച്ചെ 1 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത്. പെരുമ്പാവൂർ പുല്ലുവഴി സ്വദേശികളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നറിഞ്ഞതിലേറെ ആശ്വാസകരം. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദുബായിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് സുരക്ഷയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായി മാറിയതിന്റെ സൂചനയാണിതെന്ന് GDRFA മേധാവി പറഞ്ഞു. വിമാന സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുന്നതോടെ UAE-യിലേക്ക് എത്തുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. ഗൾഫ് മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ടൂറിസം മേഖലയിലുണ്ടായ അനിശ്ചിതത്വത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിനോദസഞ്ചാരികൾ ഇത്തവണ ദുബായിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ സ്ഥിതിഗതികൾ ശാന്തമായതോടെ UAE-യിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ദുബായ് എയർപോർട്ടിൽ കാര്യമായ തിരക്കുണ്ട്. നിലവിലെ സാഹചര്യത്തിലും ദുബായിലെ അതിർത്തികളിൽ അനുഭവപ്പെടുന്ന ജനത്തിരക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വലിയ തോതിലുള്ള കടന്നുവരവും വിശ്വസനീയമായ ഒരു ആഗോള ലക്ഷ്യസ്ഥാനം എന്ന നിലയിലുള്ള ദുബായിയുടെ പദവിയാണ് സൂചിപ്പിക്കുന്നതെന്ന് ദുബായിലെ GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽമറി പറഞ്ഞു. യാത്രാ നടപടികൾ കാര്യക്ഷമതയോടെയും തടസ്സങ്ങളില്ലാതെയും കൈകാര്യം ചെയ്യുന്നതിൽ ദുബായ് ലോകത്തിന് തന്നെ മികച്ച മാതൃകയാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ നടപ്പിലാക്കിയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ചും
പോർട്ടുകളിലെ സേവനങ്ങൾ GDRFA നിരന്തരം മെച്ചപ്പെടുത്തുകയാണ്. യാത്രക്കാർ എത്തിച്ചേരുന്ന ആദ്യ നിമിഷം മുതൽ ഏറ്റവും മികച്ചതും സുഗമവുമായ സേവനം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. നൂതനാശയങ്ങൾ, ഭാവിയെ മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ, സുരക്ഷയും സേവനവും സമന്വയിപ്പിക്കൽ എന്നീ കാഴ്ചപ്പാടുകളോടെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യാത്രക്കാരുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷ, എളുപ്പത്തിലുള്ള നടപടിക്രമങ്ങൾ, മനുഷ്യത്വപരമായ ഇടപെടലുകൾ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ആഗോള കവാടമെന്ന നിലയിലുള്ള ദുബായിയുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ നടപടികൾ സഹായിക്കുന്നുണ്ടെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മർരി വിശദീകരിച്ചു. 24 ദുബായ്. കുവൈറ്റിലെ ആദ്യ വനിതാ ഇന്ത്യൻ സ്ഥാനപതിയായി പരമിത ത്രിപാഠി ചുമതലയേറ്റു. ബയാൻ കൊട്ടാരത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന് തന്റെ ഔദ്യോഗിക പത്രിക സമർപ്പിച്ചു. കുവൈറ്റിലെ ഇന്ത്യയുടെ 20ാമത് സ്ഥാനപതിയാണ് പരമിത ത്രിപാഠി. കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്ഥാനപതിയെ സ്വീകരിച്ചത്. സൗദി അറേബ്യയിൽ പുതിയ തൊഴിൽ വിസ അനുവദിക്കുന്നതിനും തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനും നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഒരു കമ്പനിക്ക് യഥാർത്ഥത്തിൽ ഏത് തസ്തികയിലാണോ ജീവനക്കാരെ ആവശ്യം, ആ പ്രൊഫഷനിലുള്ളവർക്ക് മാത്രമേ ഇനി മുതൽ വിസയോ സ്പോൺസർഷിപ്പ് മാറ്റമോ അനുവദിക്കൂ എന്നാണ് റിപ്പോർട്ട്. ഒരു സ്ഥാപനത്തിന് കൃത്യമായി ഏത് ജോലി ചെയ്യാനാണോ ആളുകളെ വേണ്ടത്, ആ പ്രൊഫഷനിൽ മാത്രമേ സൗദിയിൽ പുതിയ വിസകൾ അനുവദിക്കുകയുള്ളൂ. ഏത് പ്രൊഫഷനിലേക്കാണോ ജോലിക്കാരെ വേണ്ടത്, ആ പ്രൊഫഷനിലുള്ളവരുടെ സ്പോൺസർഷിപ്പ് മാത്രമേ മാറുകയുള്ളൂ. വിസയിൽ രേഖപ്പെടുത്തിയ ജോലി ഏതെന്ന് നോക്കാതെ സൗദിയിൽ എത്തിയ ശേഷം ഏതെങ്കിലും കമ്പനിയിലേക്ക് സ്പോൺസർഷിപ്പ് മാറി പിന്നീട് പ്രൊഫഷൻ മാറ്റുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ആ കമ്പനിക്ക് ആവശ്യമില്ലാത്ത പ്രൊഫഷനാണ് വിസയിലുള്ളതെങ്കിൽ ഇനി സ്പോൺസർഷിപ്പ് മാറില്ലെന്ന് സൗദിയിലെ അറബ് കൺസൾട്ട് ഹൌസ് CEO നജീബ് മുസ്ലിയാരകത്ത് പറഞ്ഞു. ഇനി നിങ്ങളുടെ കമ്പനിയുടെ CRൽ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടോ ആ ആക്ടിവിറ്റിക്ക് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യാൻ ഗവൺമെൻറ് അനുവദിക്കുന്നുള്ളൂ. അതോടൊപ്പം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഒരു എംപ്ലോയിയെ ഇവിടുന്ന് ലോക്കലി ട്രാൻസ്ഫർ തനാസിൽ മാറണമെന്നുണ്ടെങ്കിൽ അതും ഇതേ രീതിയിൽ നിങ്ങളുടെ കമ്പനിക്ക് യോജിച്ച പ്രൊഫഷനിലുള്ള ആളെ മാത്രമേ നിങ്ങൾക്ക് തനാസിൽ മാറാൻ പറ്റുള്ളൂ, അതായത് സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അജീർ കരാറിലൂടെ മറ്റു കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനും ഈ നിയമം ബാധകമാണ്. കമ്പനിക്ക് ആവശ്യമുള്ള തസ്തികയിലുള്ളവരുടെ അജീർ കരാറുകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കുകയുള്ളൂ. ഫ്രീ വിസ എന്ന പേരിലുള്ള ജോലി ഇല്ലാത്ത വിസയിൽ സൗദിയിലേക്ക് വരുന്നവർക്ക് ഈ മാറ്റം വലിയൊരു മുന്നറിയിപ്പാണ്. ഇനിയിപ്പോൾ പുറത്തുനിന്നൊരു വിസ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പണിയുടെ പ്രൊഫഷൻ അല്ലാതെ ഒരു ലോഡിംഗ് അൺലോഡിംഗ് വിസ അവൈലബിൾ ആണ്, ഞാനൊരു അക്കൗണ്ടൻ്റ് ആണ്, അവിടെ പോയിട്ട് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാം എന്നൊന്നും പറഞ്ഞ് വിസ എടുത്ത് സൗദിയിലേക്ക് വരുന്ന ഒരു പ്രവണത ഇനി നല്ലതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് വിസയുടെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവില്ല. സൗദിയിൽ എത്തിയ ശേഷം സ്പോൺസർഷിപ്പും പ്രൊഫഷനും മാറ്റാമെന്ന പ്രതീക്ഷയിൽ വരുന്നവർ ഭാവിയിൽ പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. അതിനാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി ഏതാണോ ആ തസ്തികയിലുള്ള വിസയിൽ തന്നെ സൗദിയിലേക്ക് വരണമെന്ന് ഈ മേഖലയിലുള്ളവർ നിർദ്ദേശിക്കുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഉത്തർപ്രദേശിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 11 പേർ മരിച്ചു. മിർസാപൂർ രേവ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ട്രക്ക് കണ്ടെയ്നറിലും കാറുകളിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ PR അരവിന്ദ് കൂടി ചേർന്നുണ്ട്. അരവിന്ദ്, അതിദാരുണമായ അപകടം എന്ന് തന്നെ പറയാം. 11 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സുരേന്ദ്രൻ, 9:30 ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ അപകടം നടക്കുന്നത്. നിയന്ത്രണം വിട്ട ട്രക്ക് സമീപത്തുണ്ടായിരുന്ന കണ്ടെയ്നറിലേക്കും അതുപോലെ തന്നെ കാറുകളിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. ട്രക്ക് ഇടിച്ചതിന് പിന്നാലെ ഒരു കാറിന് പൂർണ്ണമായും തീപിടിക്കുകയും ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർ ആ തീപിടുത്തത്തിൽ മരണപ്പെടുകയുമായിരുന്നു. എന്തായാലും 11 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മിർസാപൂർ രേവ ദേശീയപാതയിലാണ് അല്പസമയം മുമ്പ് ഈ അതിദാരുണമായ സംഭവം നടക്കുന്നത്. എന്തായാലും 11 പേരുടെ മരണം സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അപകടം സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ട്രക്ക് നിയന്ത്രണം വിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിരുന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും മതിയായ ചികിത്സ നൽകുന്നതിനാണ് പ്രഥമ പരിഗണന എന്നും അതിനുശേഷം കൃത്യമായ പരിശോധനയും അന്വേഷണവും ഉണ്ടാകുമെന്നും ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മിർസാപൂരിലാണ് അല്പസമയം മുമ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അരവിന്ദ്, ഈ പരുക്കേറ്റവർ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവർ എവിടെ നിന്നുള്ള ആൾക്കാരാണ്? അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ?
അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഈ മണിക്കൂറിൽ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ട്രക്ക് അപകടത്തിൽപ്പെട്ടു. 2 കാറുകളിലേക്കാണ് ഈ ട്രക്ക് ഇടിച്ചു കയറിയത്. ഒരു സ്വിഫ്റ്റ് കാറും അതുപോലെ തന്നെ ഒരു ബൊലേറോയിലേക്കും. ആ ബൊലേറോയിലായിരുന്നു പൂർണ്ണമായും ആളുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിന് തീപിടിക്കുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വരികയായിരുന്നു. അങ്ങനെയാണ് ഈ മരണങ്ങളിൽ അധികവും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ തിരിച്ചറിയാനുള്ളതും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്നും മതിയായ ചികിത്സ നൽകി വരുന്നു എന്നതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇവരെ തിരിച്ചറിയാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ശരി, ഉത്തർപ്രദേശിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 11 പേർ മരിച്ചത്. മിർസാപൂർ രേവ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങളോ അത്തരത്തിലൊരു കാര്യങ്ങളും ഈ മണിക്കൂറിൽ ലഭ്യമല്ല. വരും നിമിഷങ്ങളിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് മനസ്സിലാക്കുന്നു. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കോഴിക്കോട് ക്രിക്കറ്റ് കൂട്ടായ്മ ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ദമാമിലെ ഖൂക്ക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ റെഡ് എയറോസ് തിരുവണ്ണൂർ ചാമ്പ്യന്മാരായി. ഓസ്കാർ കൊടുവള്ളി റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി. ദമാം ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നജീം ബഷീർ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ക്രിക്കറ്റ് കൂട്ടായ്മ പ്രസിഡന്റ് ഉനൈസ്, കൺവീനർ ഗഫൂർ വടകര, സെക്രട്ടറി ജോജോ അടിവാരം എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. സൗദി അറേബ്യയുടെ സമുദ്ര വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ ഉണർവേകി അറോയ ക്രൂയിസ് കപ്പൽ വീണ്ടും യാത്രയ്ക്കൊരുങ്ങുന്നു. ജിദ്ദ ആസ്ഥാനമായി മെയ് 14 മുതലാണ് പുതിയ സീസൺ ആരംഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് പ്രത്യേക പാക്കേജുകളും ഇത്തവണ സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. ജിദ്ദയെ ആഗോള ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ആഡംബര കപ്പലായ അറോയ ക്രൂയിസിന്റെ സർവീസ് പുനരാരംഭിക്കുന്നത്. ജിദ്ദയിൽ നിന്നുള്ള സർവീസ് മെയ് 14 ആരംഭിക്കും. 3 മുതൽ 5 രാത്രികൾ വരെ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പാക്കേജുകളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. സൗദിയിലെ യാംബു, ഈജിപ്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഷാമർ ഷെയ്ഖ്, ജോർദാനിലെ അഖബ എന്നിവയാണ് പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ. അടുത്ത ബലിപെരുന്നാൾ അവധി ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 രാത്രികൾ നീളുന്ന പ്രത്യേക പാക്കേജും കമ്പനി പ്രഖ്യാപിച്ചു. ഈ പാക്കേജിൽ ഷാമർ ഷെയ്ഖും അഖബയും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കും. യാത്രക്കാർക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്ന രീതിയിലാണ് ഇത്തവണ ക്രൂയിസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തെ അവധിക്കാലം ആഗ്രഹിക്കുന്നവർക്ക് ജിദ്ദയിൽ നിന്നുള്ള ഈ യാത്രകൾ മികച്ച അവസരമായിരിക്കും. റെഡ്സിയിലെ സർവീസുകൾക്ക് ശേഷം ജൂൺ മുതൽ സെപ്റ്റംബർ പകുതി വരെ അറോയ ക്രൂയിസ് മെഡിറ്ററേനിയൻ കടലിലേക്ക് മാറും. ഇസ്താംബൂളിലെ ഗാലോട്ട പോർട്ടിൽ നിന്നായിരിക്കും ഈ യാത്രകൾ തുടങ്ങുക. തുർക്കിയിലെയും ഗ്രീസിലെയും പ്രശസ്തമായ തുറമുഖങ്ങളിലേക്കും ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്കും ഈ സീസണിൽ കപ്പൽ യാത്ര നടത്തും. അറബ് സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ടൂറിസം അനുഭവമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് അറോയ ക്രൂയിസ് അധികൃതർ അറിയിച്ചു. ജലീൽ കടമംഗലം, 24 ജിദ്ദ. ലോകത്തിന്റെ രുചിപ്പെരുമകൾ സംഗമിക്കുന്ന ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ നാളെ മുതൽ മെയ് 5 വരെ സൗദിയിൽ നടക്കും. 5 റിയാലിന്റെ ബിരിയാണി മുതൽ ടെക് ഡീലുകൾ വരെ അടങ്ങുന്നതാണ് മേള. ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ച റിയാദ് മുറബയിലെ അവന്യൂ മാളിൽ നടൻ ധ്യാൻ ശ്രീനിവാസൻ നിർവഹിക്കും. ഭക്ഷണപ്രേമികൾ മറക്കാനാവാത്ത അനുഭവം ഉറപ്പു നൽകുന്ന മേള സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണെന്ന് ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ഓരോ 2 ദിവസം കൂടുമ്പോഴും വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭക്ഷണ സംസ്കാരങ്ങൾ ഫെസ്റ്റിവലിൽ പരിചയപ്പെടാൻ അവസരമുണ്ടാകും. 375 റിയാലിന് ഒരു മാസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അടങ്ങുന്ന മെസ് പാക്കേജും ലഭ്യമാണ്. മേളയുടെ ഭാഗമായി പാചക മത്സരങ്ങളും കലാപരിപാടികളും 10,000 റിയാൽ വരെ വില മതിക്കുന്ന സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മേളയുടെ ഭാഗമായി സൗദി മാംഗോ ഫെസ്റ്റിവലും ഉണ്ടാകും. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്കാണ്. വയനാട് സുഗന്ധഗിരിയിൽ കാട്ടുതീ. 50 ഏക്കർ പ്രദേശത്താണ് തീ പടർന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കാളിദാസൻ ദേവദത്തും കൂടി ചേർന്നുണ്ട്. കാളിദാസൻ, എവിടെയാണ് തീ പടർന്നത്? ജനവാസ മേഖലയിലാണോ? എന്താണ് വിവരങ്ങൾ? ശ്രീ, വയനാട് സുഗന്ധഗിരിയിൽ 50 ഏക്കർ പ്രദേശത്താണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു വനഭാഗമാണ്. ആ വനഭാഗത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതായത് ജനവാസ മേഖലയുണ്ട്, പക്ഷേ ജനവാസ മേഖലയിലല്ല നിലവിൽ തീ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ തീ പടർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വനംവകുപ്പും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് അവിടെ തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. പ്രദേശവാസികളുമൊപ്പം ഉണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് അല്പം വിട്ടിട്ടുള്ള വനഭാഗത്താണ്, 50 ഏക്കർ പ്രദേശത്തെ വനഭാഗത്താണ് ഇപ്പോൾ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത്. ശരി, വയനാട് സുഗന്ധഗിരിയിലാണ് കാട്ടുതീ പടർന്നത്. 50 ഏക്കർ പ്രദേശത്താണ് തീ പടർന്നിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വനം വകുപ്പും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയിൽ അല്ല എന്നതാണ് ഏറെ ആശ്വാസകരം. കാളിദാസൻ ദേവദത്തുമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.
ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിന് കുവൈറ്റിൽ വർണ്ണാഭമായ തുടക്കം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ അൽ റായി ലുലു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ചടങ്ങുകൾ. ഗൾഫ് മേഖലയിലെ റീറ്റെയിൽ വിപണി കരുത്തുറ്റ തിരിച്ചുവരവ് നടത്തുന്നതിന്റെ സൂചനയായി ലുലു ഗ്രൂപ്പിന്റെ വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. കുവൈറ്റിലെ അൽ റായ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലയിലുടനീളം ബിസിനസ് രംഗവും ഉപഭോക്തൃ ആത്മവിശ്വാസവും ശക്തമായി തിരിച്ചുവരുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും വെല്ലുവിളികളെ അതിജീവിക്കാനും സുസ്ഥിരത ഉറപ്പാക്കാനും ഗവൺമെന്റ് അധികൃതരും സ്വകാര്യ മേഖലയും കൈകോർത്ത് പ്രവർത്തിക്കുന്നതായും വിതരണ ശൃംഖല തടസ്സമില്ലാതെ നിലനിർത്താൻ പിന്തുണ നൽകിയ എല്ലാ അധികൃതർക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. I am very happy to be here in the great country. We are thankful to His Highness the Amir, His Highness the Crown Prince, His Highness the Prime Minister, His Highness the Ministers, Excellencies, and all government officials and Kuwaiti citizens for their wholehearted support to us. പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്തെ സ്തുത്യർഹ സേവനത്തിന് കുവൈറ്റ് ഭരണാധികാരിയുടെ പ്രശംസാപത്രം ലഭിച്ചതായും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അറിയിച്ചു. ക്യാമറമാൻ റസാഖ് ചെറുതുരുത്തിക്കൊപ്പം ജലിൻ തൃപ്പയാർ, 24 കുവൈറ്റ്. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.